പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും യോഗയും മനുഷ്യരാശിയുടെ പുരോഗതിയും. ഏവർക്കും നമസ്കാരം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് യോഗ എന്ന് പറയുന്ന വളരെ പ്രയോജനം നൽകുന്ന, വിലമതിക്കേണ്ട ഒരു ജീവിത ദർശനത്തെയോ അതിനെ ആസ്പദമാക്കി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ശാരീരിക അഭ്യാസക്രമത്തെയോ അനാവശ്യമായി വിമർശിക്കുവാനോ അതിൻ്റെ മൂല്യം ചോദ്യം ചെയ്യാനോ അല്ല. എൻ്റെ ഉദ്ദേശം വളരെ വ്യത്യസ്തമാണ്. ഞാനത് ആദ്യമേ സൂചിപ്പിക്കുന്നത് തെറ്റിദ്ധാരണകൾ കഴിയുമെങ്കിൽ ഒഴിവാക്കാം എന്നതുകൊണ്ടാണ്. എന്നാലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകും എന്നെനിക്കറിയാം. കാരണം ഞാൻ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം അപ്രകാരമുള്ളതാണ് എന്നതുകൊണ്ടെങ്കിലും ആർക്കെങ്കിലും ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനം വരട്ടെ എന്ന് വിചാരിച്ചാണ് ആമുഖമായി ഞാൻ ഈ കാര്യം പറയുന്നത്. മനുഷ്യ ശരീരത്തെ അതിൻ്റെ താരതമ്യേന ആരോഗ്യനില സ്ഥിതിയിൽ, റിലേറ്റീവ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്, താരതമ്യേന ആരോഗ്യ വിധത്തിൽ നിലനിർത്താൻ ഒരുപക്ഷെ ലോകം കണ്ടുപിടിച്ചിട്ടുള്ള അഭ്യാസമുറകളിൽ, എക്സസൈസ് റുട്ടീനുകളിൽ ഏറ്റവും ഗുണമേറിയത് യോഗ ആണ് എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഞാൻ ഈ കാര്യത്തിൽ വിദഗ്ധനല്ല. അതുകൊണ്ട് വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയല്ലാതെ മറ്റൊരു മര്യാദ എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനത് വിശ്വസിക്കുകയാണ്. ഞാൻ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എൻ്റെ കാരണം എന്താണ് എന്ന് ഞാൻ ഒരു പക്ഷേ ഈ വീഡിയോയിൽ തന്നെ വെളിപ്പെടുത്താം, സന്ദർഭം അത് അനുവദിക്കുമെങ്കിൽ. എന്നാൽ ആദ്യമായി എനിക്ക് ഏവരോടും പറയാനുള്ളത്, യോഗ എന്ന് പറയുന്നത് ഇന്ത്യൻ ദാർശനിക പാരമ്പര്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഒരു ഫിലോസഫിയാണ്. പക്ഷേ ഫിലോസഫി മാറ്റി അത് വെറും ശാരീരിക ആരോഗ്യം നിലനിർത്താനുള്ള ഒരു അഭ്യാസ മുറയായി, റുട്ടീൻ ഓഫ് എക്സസൈസായി അതിനെ ചുരുക്കുകയും അതിനെ വാണിജ്യവൽക്കരിക്കുകയും രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഈ ചിന്തകൾ ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. മനുഷ്യ ശരീരത്തിന് നാം വേണ്ട വില കൽപ്പിക്കണം എന്നതിന് യാതൊരു സംശയം എനിക്കില്ല. ശരീരം ഒരു വ്യക്തിയുടെ ജീവിത അവസ്ഥയിലെ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് ശരീരം, മനസ്സ്, ആത്മാവ്. ശരീരത്തെ അവഗണിച്ചുകൊണ്ട് ആത്മാവിനെയും മനസ്സിനെയും വേണ്ടതുപോലെ കരുതുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ അതേസമയം തന്നെ ശരീരത്തെ മാത്രം കരുതിയും കേന്ദ്രീകരിച്ചും അർത്ഥവത്തായോ ആരോഗ്യപരമായോ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. ഉദാഹരണമായിട്ട് നമ്മുടെ മനസ്സ് മുഴുവനും നിഷേധാത്മകത കൊണ്ടോ, കുറ്റബോധം കൊണ്ടോ, അഴുക്ക് നിറഞ്ഞ ചിന്തകൾ കൊണ്ടോ, കോപം കൊണ്ടോ, വൈരാഗ്യം കൊണ്ടോ, പാപബോധം കൊണ്ടോ വിഷം നിറഞ്ഞിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുമെന്നുള്ളത് ആധുനിക ശാസ്ത്രം തന്നെ വളരെ ശക്തമായി തെളിയിച്ചിട്ടുള്ളതാണ്. ഞാനായിട്ട് തെളിയിക്കേണ്ട ഇല്ല എന്നതിൻ്റെ ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. അതായത് ശരീരത്തെ മാത്രം കരുതുകൊണ്ട് ഒരു മനുഷ്യന്, ഒരു വ്യക്തിക്ക് അവൻ്റെ ജീവിതത്തെ ആരോഗ്യപരമായും അർത്ഥവത്തായും സംരക്ഷിക്കുവാൻ സാധ്യമല്ല. യോഗയുടെ ഇപ്പോഴത്തെ പൊതുവായ ഉപയോഗം അത് ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നതാണ് അന്വേഷണത്തിൽ കൂടെ, പരിമിതമായ അന്വേഷണത്തിൽ കൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ ആ മനസ്സിലാക്കലിൽ തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. പക്ഷേ ഞാൻ പറയുന്ന മർമ്മങ്ങൾ അത് ഞാൻ വിശ്വസിക്കുന്നു. അത് യാഥാർത്ഥ്യമാണെന്നും അർത്ഥവത്താണെന്നും എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അത് നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത്. മനുഷ്യൻ അവൻ്റെ അവസ്ഥയെ പരിഗണിക്കുമ്പോൾ 2 വ്യത്യസ്തമായ സമീപനങ്ങൾ സാധ്യമാണ്. ഇതാണ് നാം ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക. ഒന്ന്, നമ്മെ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിലനിർത്തുക.
മെയിൻ്റെനൻസ്. മെയിൻറ്റെയിൻ യുവർ സെൽഫ് ഇൻ ദ പ്രസൻറ്റ് സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത്. അപ്പോൾ ഇത് സ്വയം സംരക്ഷിക്കുക, ഇതാണ് ആദ്യത്തെ ലക്ഷ്യം. 2, മാനുഷികമായി മെച്ചപ്പെടുക. ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മേൽത്തരമായ അവസ്ഥയിലേക്ക് മുന്നേറുക. ഇത് രണ്ടും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് എന്നതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ശരീരത്തെ മാത്രം സംരക്ഷിക്കുന്നത് കൊണ്ട് മനുഷ്യന് അവൻ്റെ മനുഷ്യത്വത്തിൽ മുന്നേറുവാൻ സാധ്യമല്ല എന്നത് ഒരു നഴ്സറിയിൽ പഠിക്കുന്ന കുഞ്ഞിന് പോലും തിരിച്ചറിയാൻ സാധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ യോഗ പ്രചരിപ്പിക്കുമ്പോൾ എനിക്കതിനോട് യാതൊരു വിധത്തിലുള്ള എതിർപ്പുമില്ല എങ്കിലും അത് പ്രചരിക്കുന്ന വിധത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ അപാകതയെ പൊതുജന ശ്രദ്ധയിൽപ്പെടുത്തുക എൻ്റെ കടമയായതുകൊണ്ട് ഞാനത് നിർവഹിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രസ്താവനകൾ, പ്രേരണകൾ, മോട്ടിവേഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യനാകപ്പാടെ ചെയ്യേണ്ടത് അവൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കണം. അത് വേണ്ട എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ എൻ്റെ അഭിപ്രായം അത് അപര്യാപ്തമാണെന്നുള്ളതാണ്. ഇപ്പം ഞാൻ എൻ്റെ ശരീരത്തിൽ എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ, എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ അനാരോഗ്യമുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ സാധ്യതകളോ എൻ്റെ ആത്മാവിൻ്റെ സാധ്യതകളോ വേണ്ടതുപോലെ പ്രയോഗിക്കാൻ എനിക്ക് യാതൊരു വിധത്തിലും താല്പര്യമില്ല എങ്കിൽ ഞാൻ നല്ല ആരോഗ്യമുള്ളൊരു മൃഗമായിരിക്കും, ഞാൻ ആരോഗ്യമുള്ളൊരു മനുഷ്യനായിരിക്കില്ല. എന്നാൽ യോഗ എന്ന ഫിലോസഫി വെച്ച് നോക്കുമ്പോൾ അത് നാം ഇപ്പോൾ യോഗയെ വാണിജ്യവൽക്കരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ്റെ അവസ്ഥയുടെ ആകെത്തുകയെ പരിഗണിക്കാനുള്ള ഒരു സങ്കല്പം അതിൽ അടങ്ങിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബാബ രാംദേവിനെ പോലെയുള്ള മിടുക്കന്മാർ യോഗ കയ്യിലെടുത്ത് അത് മനുഷ്യൻ്റെ ശാരീരിക ആരോഗ്യത്തെ നിലനിർത്തുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്ന് അത് ശരിയാണ് താനും പ്രചരിപ്പിച്ച് അതിൽ കൂടെ ഒരു ലാഭം കൊയ്ത് ഏതാണ് മനുഷ്യരാശിക്ക് വലിയ സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നു എന്ന ധാരണയിൽ മുൻപോട്ട് പോകുകയാണ്. ഇതിൽ ഞാനൊരു വലിയ അപകടം കാണുന്നുണ്ട്. അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. നാം ഏവരും സമ്മതിക്കുന്ന വിധത്തിൽ, തിരിച്ചറിയുന്ന വിധത്തിൽ മനുഷ്യനൊരു ശരീരം മാത്രമല്ല, മനുഷ്യൻ ശരീരവും മനസ്സും ആത്മാവുമാണ്. വാസ്തവത്തിൽ മനുഷ്യൻ്റെ മനുഷ്യത്വം സ്ഥിതി ചെയ്യുന്നത് അവൻ്റെ മനസ്സിലും ആത്മാവിലുമാണ്. ശാരീരികമായി മനുഷ്യനൊരു മൃഗം മാത്രമാണ്. ശരീരം മാത്രം വെച്ച് നോക്കിയാൽ മനുഷ്യൻ മറ്റു മൃഗങ്ങളെ പോലെയാണ് എന്ന് മാത്രവുമല്ല, മറ്റു മൃഗങ്ങളെക്കാൾ മികവ് കുറഞ്ഞവനാണ്. ഒരു സിംഹത്തെ പോലെ യുദ്ധം ചെയ്യാനോ, ഒരു പുലിയെ പോലെ ചാടാനോ ഓടാനോ, ഒരു പക്ഷിയെ പോലെ പറക്കാനോ നമുക്ക് സാധ്യമല്ല. നാം പിറന്നു വീണപ്പോൾ നമ്മുടെ ശാരീരികമായ ബലഹീനത വളരെ വലുതായിരുന്നു. പിറന്നു വീണ ഒരു പശുക്കുട്ടി 2 ദിവസം കൊണ്ട് ശരിയായിട്ട് നടക്കുമെങ്കിൽ ഒരു മനുഷ്യ ശിശു നടക്കാൻ ഒരു കുറേ സമയം എടുക്കും, നമുക്കറിയാം, 1 വർഷമെങ്കിലും എടുക്കും. അപ്പം ശാരീരികമായി നാം മറ്റു മൃഗങ്ങളെക്കാൾ ഇൻഫീരിയറാണ്, മോശമാണ്. എന്നാൽ മനുഷ്യൻ്റെ മേന്മ സ്ഥിതി ചെയ്യുന്നവൻ്റെ ശരീരത്തിലല്ല, അവൻ്റെ മനസ്സിലും ആത്മാവിലുമാണ്. ശരീരം ഏറ്റവും താഴെ, മനസ്സതിന് മുകളിൽ, ആത്മാവാണ് ഏറ്റവും മുന്നിൽ. അതുകൊണ്ടാണ് ആത്മീയമായ സംഭാവന ചെയ്യുന്ന വ്യക്തികളെ മനുഷ്യരാശിക്ക് ഒരു കാലത്തും മറക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ നിലനിർത്തുവാൻ, എൻ്റെ മാഹാത്മ്യത്തെ വെളിപ്പെടുത്തുവാൻ സംഭാവന ചെയ്യുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലുള്ളവരാണ്. മനുഷ്യൻ്റെ മനസ്സിനും ആത്മാവിനും വെളിച്ചം പകരുന്ന ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ രാജ്യത്തെ ആളുകൾക്ക് ശാരീരികമായ ആരോഗ്യം വേണമെന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദി പറയുമ്പോൾ ആ ലക്ഷ്യം അംഗീകരിക്കാവുന്നതാണ് എങ്കിലും ശ്രദ്ധിക്കുക, ആ ലക്ഷ്യം അതിൽ തന്നെ അപര്യാപ്തമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി
ഈ രാജ്യത്തോട് പറയുക. അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും ഈ രാജ്യത്തെ 140 കോടി ജനം വളരെ ശ്രദ്ധയോടെ ബഹുമാന പുരസ്സരം ശ്രമിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരണയാണ് നമ്മുടെ രാജ്യത്തെമ്പാടും പടർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാകുന്നത്. അപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്റർ രാജ്യത്തോട് പറയുകയാണ്, നിങ്ങൾ ശരീരത്തിൻ്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നത് പോലെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരം കാത്തു സൂക്ഷിക്കണം എന്ന് അദ്ദേഹം പറയാറില്ല. എന്നാൽ അതേസമയം തന്നെ ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ പുരോഹിതൻ എന്ന വിധത്തിലും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രം, അതിൻ്റെ മതപരമായ എല്ലാ ചടങ്ങും അദ്ദേഹമാണ് ചെയ്തത്. അത് ഒരു മതേതര രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത ഒരു പ്രൈം മിനിസ്റ്റർക്ക് ചെയ്യാവുന്ന കാര്യമല്ല. എങ്കിലും ഇപ്പോൾ അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ തികച്ചും തിരോധാനം ചെയ്തത് കൊണ്ട് ആരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ ശരീരം മാത്രമാണ്. ആ ശരീരത്തെ വല്ല വിധത്തിലും ശക്തീകരിക്കുകയോ മിനുക്കി വയ്ക്കുകയോ ചെയ്താൽ അത് മതി എന്ന ധാരണ ഇതുമൂലം പരക്കുന്നുണ്ടെങ്കിൽ അത് വലിയ അപകടമുണ്ടാക്കും. കാരണം മനുഷ്യൻ മുൻപോട്ട് പോകുന്നത് അവൻ്റെ ശരീരം കൊണ്ടല്ല, അവൻ മുൻപോട്ട് പോകുന്നത് അവൻ്റെ മനസ്സുകൊണ്ടും അവൻ്റെ ആത്മാവ് കൊണ്ടുമാണ്. ഭൗതികമായി മനുഷ്യൻ പുരോഗമിക്കുന്നത് മനസ്സുകൊണ്ടും, മനുഷ്യത്വത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ പുരോഗമിക്കുന്ന അവൻ്റെ ആത്മാവ് കൊണ്ടുമാണ്. ശരീരത്തിൻ്റെ പ്രവണതകളെ മനുഷ്യൻ അതിജീവിക്കുന്ന തോതനുസരിച്ചാണ് മനുഷ്യൻ്റെ അന്തസ് തന്നെ, മനുഷ്യാന്തസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി തന്നെ തീരുമാനിക്കപ്പെടും. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പറ്റി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്ക് യാതൊരു ചിന്തയുമില്ല എന്നത് എന്നെപ്പോലെയുള്ള ഒരു വ്യക്തിക്ക് അല്പം നിരാശാജനകമാണ്. ഉദാഹരണമായിട്ട് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വിദ്യാഭ്യാസത്തിന് അല്പം പോലും പ്രാധാന്യം കൽപ്പിക്കാത്തത്? അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തിൽ ആ വിദ്യാഭ്യാസം മൂലം പരിശീലിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ധാർമ്മിക ബോധം, മോറൽ സെൻസ് വളർത്തുവാനുള്ള യാതൊരു താല്പര്യവും കാണിക്കാതെ? മോറൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാല്യൂ എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും അത് പ്രാവർത്തികമായി ഒന്നും തന്നെ നടക്കുന്നില്ല എന്ന് ഈ മേഖലയിൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സാക്ഷീകരിക്കാൻ കഴിയും. ഇതാരുടെയും താല്പര്യമല്ല. ഇപ്പം മനുഷ്യൻ മൃഗം പോലെ ജീവിച്ചോട്ടെ എന്ന ഒരു ധാരണ, അത് ശരിയല്ല. അതുപോലെ തന്നെ നമുക്ക് കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്, ചിന്തിക്കുന്ന ആളുകൾ ഈ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളാണ് എന്നും അപകടകാരികളാണെന്നുള്ള ധാരണ. ഏർബൻ നക്സൽസ് എന്നൊക്കെ അവരെ വിളിച്ചു കളയും. സ്വതന്ത്രമായി ചിന്തിക്കുന്നവർ രാജ്യദ്രോഹികളാണ് എന്ന ഒരു ധാരണയുണ്ടാക്കുന്നത് ഈ രാജ്യത്തോട് തന്നെ ചെയ്യുന്ന അപരാധമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നിങ്ങൾ ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചരിത്രം, പുരോഗമിച്ചിട്ടുള്ള ഏതെങ്കിലും രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ, അമേരിക്ക ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളായിക്കൊള്ളട്ടെ, അവിടെയൊക്കെയും മനുഷ്യൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ഇന്നുമുണ്ട്. നമ്മുടെ രാജ്യത്ത് അതില്ല എന്നത് ദുഃഖകരം ആയ ഒരു യാഥാർത്ഥ്യമാണ്. അതില്ലാതിരിക്കെ കൂടുതൽ ശരീരത്തിന് ആരോഗ്യം ഉണ്ടായാൽ മതി. നിങ്ങളെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സുമല്ല ആത്മാവുമല്ല, നിങ്ങൾ ശരീരം മാത്രമാണ്. ശരീരത്തിന് നല്ല വഴക്കമുണ്ടാകാൻ യോഗ ഇങ്ങനെ കാണിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഒന്നിൽ അതിൽ തെറ്റിദ്ധാരണയുണ്ട്, അല്ലെങ്കിൽ അതിൽ ദുരുദ്ദേശമുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ശരീരത്തെ നല്ല ആരോഗ്യത്തോടുകൂടെ കാത്തു സൂക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ആ ലക്ഷ്യത്തിൽ യാതൊരു കുറ്റവും പറയാനില്ല. അതേസമയം തന്നെ പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ അത് മാത്രം മതി. മനുഷ്യൻ്റെ മനസ്സ് വികസിക്കേണ്ട, ആത്മാവിൽ വെളിച്ചം നിറയേണ്ട, ശരീരം നല്ല ഗ്രാനൈറ്റിൽ കൊത്തിയ പോലെ ഉണ്ടാക്കി വെച്ചാൽ മതി എന്ന് പറയുന്നത് വളരെ അപകടം തന്നെയാണ്. ചിന്താശക്തിയില്ലാത്ത മനുഷ്യൻ, വീണ്ടും വിചാരമില്ലാത്ത മനുഷ്യൻ, ആത്മീയമായി ബോധവൽക്കരിക്കപ്പെടാത്ത മനുഷ്യൻ മൃഗതുല്യനാണ്. നാം എത്ര പുരോഗമിച്ചാലും ഒരു രാജ്യത്തെ ജനത മൃഗീയമായി പെരുമാറുന്നു എന്ന അവസ്ഥയിലാണെങ്കിൽ ലോകത്തെ മറ്റ് ഒരു രാജ്യത്തെ ആളുകളും നമ്മെ സ്വീകരിക്കുകയില്ല. ഇപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ വിശ്വഗുരുവാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തിന് മുമ്പിൽ വന്നുവെങ്കിലും
അത് ലോകത്തിലെ മിക്ക ജനതയും പുച്ഛത്തോട് തള്ളിക്കളയാനുണ്ടായ ഒരു കാര്യം, അത് എൻ്റെ ചിന്തയിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു രാജ്യത്തെ പറ്റിയുള്ള നമ്മുടെ പ്രൈം മിനിസ്റ്ററുടെ ദർശനം എന്താണ്? ആ ദർശനത്തിൽ അന്താരാഷ്ട്രീയ തലത്തിൽ സാർവലൗകികമായ വിധത്തിൽ മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്നതും പ്രയോജനം വരുത്താവുന്നതുമായ എന്തെങ്കിലും ആശയമുണ്ടോ, സമീപനമുണ്ടോ, ദർശനമുണ്ടോ? ഇതാണ് ലോകം നോക്കുന്നത്. അല്ലാതെ ഭാരതത്തിനുള്ളിൽ എത്ര ആധിപത്യം കൈക്കലാക്കി, എത്ര പാർട്ടികളെ നിലംപരിശാക്കി, അല്ലെങ്കിൽ പ്രോപ്പഗാൻഡ ഉപയോഗിച്ച് തന്നെ ദൈവമാണെന്ന് എത്ര കോടി ആളുകളെ ധരിപ്പിച്ചു, ഇതൊന്നും ഭാരതത്തിൻ്റെ ബൗണ്ടറി വിട്ടു കഴിഞ്ഞാൽ രണ്ട് കാശിന് വിലയുള്ള കാര്യങ്ങളല്ല. ഇത് മറ്റുള്ളവർ പരിഗണിക്കുന്ന കാര്യങ്ങളെ അല്ല. കച്ചിത്തുരുമ്പിൻ്റെ വിലയില്ല. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക, ഈ കാഴ്ചപ്പാടിൽ, ഈ സമീപനത്തിൽ പ്രമാദമായ ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ജനം തിരിച്ചറിയുകയും മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള വളർച്ച അവൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വളർച്ചയാണ്. എന്നാൽ അതേസമയം തന്നെ ആ വളർച്ച പ്രാവർത്തികമായി പ്രകടിപ്പിക്കപ്പെടണമെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യം ആവശ്യമാണ്. മനസ്സ് മുഴുവൻ ആശയം കൊണ്ടും ആവേശം കൊണ്ടും നിറഞ്ഞാലും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ തക്കതായ ആരോഗ്യം ശരീരത്തിനില്ല എങ്കിൽ നമ്മുടെ കിടക്കയിൽ കിടന്ന് നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയല്ലാതെ നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയും ഒരു ശുശ്രൂഷയും സേവനവും അനുഷ്ഠിപ്പാൻ കഴിയുകയില്ല എന്നത് സത്യം തന്നെയാണ്. അതുകൊണ്ട് ആർക്കും ശാരീരികമായ ആരോഗ്യം വേണ്ടെന്ന് ഞാൻ പറയില്ല, ഒരു കാലത്തും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. പക്ഷേ അതേസമയം തന്നെ ആരോഗ്യമുള്ള മൃഗമായ മനുഷ്യനായി തീർന്നാൽ അത് വലിയ അപകടമാണ് എന്ന എൻ്റെ ഈ ഒരു ധാരണ, ഭീതി നിറഞ്ഞ ധാരണ ഒരിക്കൽ കൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും എൻ്റെ നമസ്കാരം.